രാഷ്ട്രീയത്തിനപ്പുറം എന്നുള്ള ഒരു വിഷയത്തിൽ മലയാള മനോരമ ഹോർക്കോസിൽ സംസാരിക്കാൻ വേണ്ടിയാണ് ടീച്ചർ നമ്മളോടൊപ്പം വന്നിട്ടുള്ളത്. അപ്പോ ടീച്ചറെ നമുക്ക് തുടങ്ങാം. ടീച്ചറടുത്ത് നമുക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനപ്പുറം എന്നുള്ളതാണ്. അപ്പോ സത്യത്തിൽ അത് കേരളത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വളർന്ന ഒരു ജനപ്രതിനിധിയാണ് ടീച്ചർ. ഇപ്പം ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് പലരും ടീച്ചറോട് വന്ന് പല മേഖലയിലുള്ള ആളുകൾ, അതായത് ഏതെങ്കിലും ഒരു മേഖലയിലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണികളോ ഒന്നുമല്ല, ഒരുപാട് പേര് പല മേഖലയുള്ളവർ ടീച്ചറുമായിട്ട് വന്നിട്ട് സംസാരിക്കുന്നു. ടീച്ചറുടെ വലിയ ആരാധികയാണെന്ന് പറയുന്നു, ടീച്ചറോടൊപ്പം ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു വളർച്ച അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ടീച്ചർ കരുതുന്നത്? രാഷ്ട്രീയത്തിനപ്പുറം എന്ന് പറഞ്ഞുണ്ടോ എന്നുള്ള കാര്യമാണ് എനിക്ക് സംശയമുള്ളത്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എന്ന് പറയാൻ നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ്, സമൂഹത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ്. നമ്മുടെതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ നാടിന്റെ ജനാധിപത്യം, മതേതരത്വം, ഈ നാടിന്റെ സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കുന്നു എങ്കിൽ, അതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ, അതെല്ലാം രാഷ്ട്രീയമാണ്. ചിലപ്പോൾ ഞാൻ തന്നെ ചില മീറ്റിങ്ങുകളിൽ ചെറുപ്പക്കാരുടെയൊക്കെ ചില ചർച്ചകളിലൊക്കെ വിളിച്ചാൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മക്കളെ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ? അപ്പൊ ആദ്യം വരുന്നൊരു ഉത്തരവുണ്ട്, അത് ലേശം നിരാശാജനകമാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ അവരോട് ആ ചോദ്യം വിട്ട് നമ്മുടെ രാജ്യം എങ്ങനെയാണെന്നും എന്താണെന്നും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം പൂർണ്ണമാണോ എന്നും സെക്യുലറിസത്തിന്റെ ആവശ്യകത എന്താണ്, ഇതെല്ലാം പറയുമ്പോൾ അവർ വളരെ സജീവമായ ചർച്ചയിൽ പങ്കെടുക്കും. അതെല്ലാം നിലനിൽക്കേണ്ടതാണെന്ന് പറയും. ഞാൻ പറയും, ഇതിന്റെ പേരാണ് രാഷ്ട്രീയം. ഈ പറയുന്നതിന്റെ നമ്മുടെ രാജ്യത്തിന് എത്ര പണമുണ്ട്, അതെങ്ങനെ വിനിയോഗിക്കുന്നു, ഈ രാജ്യത്തിൽ എത്ര മനുഷ്യരുണ്ട്, അവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടോ, ഇതിനെ കുറിച്ചെല്ലാം ചിന്തിക്കുകയും അതെല്ലാം ഉണ്ടാക്കാനുള്ള പ്രയത്നം പല മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് രാഷ്ട്രീയം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളും രാഷ്ട്രീയമാണെന്ന് പറയാം. പക്ഷെ സഫീന പറഞ്ഞതുപോലെ പെട്ടെന്ന് രണ്ട് പാർട്ടികൾ അവർ തമ്മിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. അങ്ങനെ ചിന്തിക്കുന്ന കാര്യം വരുമ്പോഴാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കാണോ ഇത് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ടീച്ചറുടെ ഒരു രാഷ്ട്രീയ, അപ്പൊ ടീച്ചർ പറഞ്ഞു അടിമൊഴി പൊളിറ്റിക്കലാണ്, അടിമൊഴി രാഷ്ട്രീയമാണ് ടീച്ചറുടെ കുടുംബം നോക്കിയാൽ ഭാസ്കർ ഭാഷ ആണെങ്കിലും മകന്റെ വധു പോലും ഒരു രാഷ്ട്രീയ ബന്ധമുള്ള ഒരു ആളാണ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അടിമുടി പൊളിറ്റിക്കലായ ഒരു ശൈലജ ടീച്ചർ എപ്പോഴാണ് രൂപപ്പെട്ടു തുടങ്ങുന്നത്? ഇത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് നമ്മളെ പല മേഖലകളിലേക്ക് തിരിച്ചുവിടാം. എന്നാൽ അനുഭവം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ബോധത്തിലേക്ക് വരണമെങ്കിൽ ആരെങ്കിലും ഒക്കെ നമുക്ക് മാതൃകയാക്കാൻ, നമുക്ക് ഒരു വലിയ സാമൂഹ്യ ബോധത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അറിയപ്പെട്ട ഒരു കുടുംബമൊന്നുമല്ല കുടുംബം, പക്ഷെ അവര് രാഷ്ട്രീയ ബോധമുള്ള കുടുംബമായിരുന്നു. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ എന്റെ വലിയമ്മാവന്മാരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ട്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആശയഗതികളെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ അവർ സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ഒക്കെ ആയിട്ട് മാറി. ആ കൂട്ടത്തിൽ എൻ്റെ അമ്മയുടെ അമ്മയും, അന്ന് സ്ത്രീകൾ വളരെ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു 30കളിലും 40കളിലും ഒക്കെ, അവര് വളരെ ബോൾഡായിട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നു. അവര് പകർച്ചവ്യാധി നിയന്ത്രണത്തിനടക്കം ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് മാറി. അപ്പൊ അതൊക്കെ കേട്ടും അതിന്റെ ചെറിയ അംശങ്ങളൊക്കെ അനുഭവിച്ചുമാണ് ഞാൻ ജനിക്കുമ്പോൾ വളർന്നു വരുന്നത്. അപ്പൊ ഞാൻ ജനിക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് രൂപം കൊള്ളുന്ന വർഷത്തിലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ അതിനുശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വതന്ത്ര കേരളം രൂപം കൊണ്ടതിന് ശേഷം കേരളപ്പിറവി ദിനായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം കേരളത്തിൽ വമ്പിച്ച മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പുള്ള മനുഷ്യർ അനുഭവിച്ചിരുന്ന ഈ ഫ്യൂഡലിസത്തിന്റെ നാളുകളിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ നമ്മെ വല്ലാതെ ചൂഷണം ചെയ്യുകയും ആ ചൂഷണം ഇരട്ടിപ്പിക്കാൻ ജനറൽമാർക്കൊക്കെ അവർ വലിയ അധികാരം കൊടുത്തുകൊണ്ട് ചൂഷണം പെരുപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യർ അവരാഗ്രഹിച്ച ഒരു നേരത്തെ ആഹാരത്തിനാണ്, ഒരു കണ്ട് ഭൂമിയുടെ അവകാശത്തിനാണ്. ആ പോരാട്ടത്തിന്റെ കഥകൾ കേട്ട് വളരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഞാൻ ആ കഥകളെല്ലാം കേട്ട് വളർന്നു, അതിന് ആവേശപരിധിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുരാണ ഇതിഹാസങ്ങളും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ വളർന്നത്.
അപ്പൊ എല്ലാവരിലെയും നല്ല അംശങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ അടുത്ത തലമുറയെ നമ്മളെക്കാൾ മെച്ചപ്പെട്ട ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുക. അതാണ് രാഷ്ട്രീയം. അപ്പൊ അത്തരൊരു കുടുംബത്തിലൂടെ വളർന്നതുകൊണ്ടും അത്തരൊരു സമൂഹത്തിലൂടെ വളർന്നതുകൊണ്ടും ആവണം, അതിന്റെ എല്ലാം പൊള്ളലേറ്റ് വളർന്നത് കൊണ്ടാവണം രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഞാൻ വന്നിട്ടുള്ളത്. എന്നാലും ഏതെങ്കിലും ഒരു മൊമെന്റിലോ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിലോ ഒക്കെ ഇതാണ് ഇനി ഞാൻ പോകേണ്ട വഴി, അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടോ, അതോ സ്വാഭാവികമായി ശ്വസിച്ച് വളർന്നു വന്ന ഒരു അന്തരീക്ഷം ശൈലജ ടീച്ചറെ അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്? നമുക്ക് ഏതെങ്കിലും ഒരു മൊമെന്റ് അതിനൊരു ഇമ്മീഡിയറ്റ് മൊമെന്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ ചിലർ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വരാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് സ്വാധീനം പെട്ടെന്ന് വന്നതല്ല. സജീന പറഞ്ഞതുപോലെ ഗ്രാജുവലായിട്ട് അതെന്റെ ജീവമായിരുന്നു, എന്റെ ജീവിതമായിരുന്നു. ഇപ്പൊ അമ്മമാരും അമ്മമ്മമാരും എല്ലാം സമരങ്ങൾക്കൊക്കെ പോകുമ്പോൾ കൊച്ചുകുട്ടിയായി എന്നെ അവർ കൂടെ കൊണ്ടുപോകുന്നു. ദാമോദരൻ എന്നൊരു വലിയ മാമൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ഗൃഹത്തിന് പോകുമ്പോഴും അത് എന്നെ കൂടെ കൊണ്ടുപോകും. അദ്ദേഹം പറ്റുമെങ്കിൽ അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുമ്പോൾ വഴിയിൽ എഴുതിയിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മമ്മ അതുപോലെ മിച്ചഭൂമി സമരത്തിനൊക്കെ പോകുമ്പോൾ എന്റെ കയ്യിൽ പിടിച്ചു പോകും. അപ്പൊ അന്നെല്ലാം സമരത്തിന് ഗൗരവം ഉൾക്കൊണ്ടിട്ടില്ല. മുദ്രാവാക്യങ്ങളൊക്കെ അതും നല്ലവണ്ണം മനസ്സിലായിട്ട് ചിലപ്പോൾ പിടിക്കും കുഞ്ഞായിരുന്നപ്പോ. അപ്പൊ ഇതാണ് വഴി, ഇങ്ങനെയാണ് പോകേണ്ടത്. പാത നേരത്തെ തന്നെ വെട്ടി പോകുന്നതാണ്. പിന്നെ ഏതെങ്കിലും ഇൻസിഡന്റ് ഈ ഗതാഗത കാരണം ഞാൻ അതോടെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. പിന്നീട് കോളേജിലേക്ക് പ്രവേശിക്കാനൊക്കെ ഒരുക്കും. ഞാൻ 80 പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് എന്റെ അമ്മാവനെ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്തു. ഒരു കാര്യം ഇതുപോലെ തന്നെ എന്തോ സംഭവത്തിന്റെ പേര് എന്റെ അമ്മാവനെ മറ്റതെല്ലാം വലിയ അമ്മാവനാണ്. അപ്പോ ആ സംഭവം ഇവിടെ നടക്കുന്ന സമയത്ത് എന്റെ അമ്മാവൻ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കോൺഗ്രസ് കുടുംബത്തിൽ കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും. തലേനാളത്തെ കല്യാണത്തിന്റെ സഹായിക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു, ഈ കുട്ടി ഞങ്ങളുടെ വീട്ടിലാണുള്ളത്, അതൊന്നും അറിയുന്നതല്ല എന്ന് കക്ഷിരാഷ്ട്രീയമില്ലാതെ പറഞ്ഞിട്ടും അമ്മാവൻ ഇട്ടുള്ളൂ. അപ്പൊ അമ്മാവൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. അതും ഈ ലജ്ജയുമായിട്ട് വിചാരണ സമയത്ത് കടവിൽ കഴിയേണ്ടി വരിക എന്നുള്ളത്. അത് കഴിഞ്ഞ് കേസിൽ അമ്മാവൻ യാതൊരു തരത്തിലുള്ള കുറ്റമില്ലാന്ന് നമുക്ക് വെറുതെ. അപ്പൊ നിരപരാധിയാണെന്ന് നമുക്ക് കോടതി വെറുതെ നോക്കും. പക്ഷെ ആ 2 വർഷത്തെ കാലം ആരാണ് തിരിച്ചു വരുമ്പോൾ അതാണ്. അങ്ങനെയൊക്കെ എത്രയോ ആളുകൾ ഇപ്പൊ നമുക്ക് തന്നെ ഒരുപാട് ആളുകളുടെ കഥ നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ. അവസാനം നമ്മുടെ സായിബാബയുടെ കഥയായിട്ട് ഉണ്ടല്ലോ. അത് ആവർത്തിക്കുകയാണ് സമൂഹത്തിൽ. അപ്പൊ ആ സംഭവം മനസ്സിൽ കുറച്ചും കൂടി ഒരു പ്രതികരിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മളെ മുന്നോട്ട് തള്ളിയിരിക്കുന്നു. ആ പോകുന്നതിന്റെ ഗതിവേഗം പോവുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞത് ടീച്ചർക്ക് ഇതല്ലാതെ കഴിയില്ല. അതായത് ഈ ഒരു ശ്വസിച്ചു വളർന്നു വന്നാൽ ടീച്ചർ അതാണ് ടീച്ചറുടെ സാഹചര്യം. അപ്പോൾ ഇടയ്ക്ക് അധ്യാപികയായിട്ട് പോകുന്നു. അപ്പോഴും ഈ പറയുന്ന രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലാതൊരു വഴി എന്നുള്ള രീതിയല്ല. അപ്പൊ അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നത് എങ്ങനെയാണ് അധ്യാപിക എന്നൊക്കെയുള്ള ആ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അധ്യാപകനും സാമൂഹ്യ പ്രവർത്തനമാണ്. അങ്ങനെയുള്ള അങ്ങനെ ആവണം എന്ന് പഠനന്മാരൊക്കെ പറയുന്നത് വായിച്ചും കേൾക്കുവാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ ഡെസ്റ്റിനി ഇവരുടെ ക്ലാസ് മുറിയിലാണ് കൊണ്ടുപോകുന്നത്. ക്ലാസ് മുറിയിലെ കുട്ടികളെ എന്ത് ചെയ്യും? അവരെ പാഠപുസ്തകമാക്കി. ഇപ്പോഴാണ് പുതിയ പാഠ്യപദ്ധതിയൊക്കെ ഓർമ്മ. ഞാൻ അവിടെ പഠിപ്പിക്കുന്ന കാലത്താണ് പുതിയ പാഠ്യപദ്ധതിയിലേക്ക് പഠിപ്പിച്ചത്. പാഠപുസ്തകങ്ങളിൽ ഉള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് മാത്രം അധ്യാപകരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയായതുകൊണ്ട് തന്നെ ആ ഒരു വേദിക്കുള്ളിൽ ഒതുങ്ങാൻ എനിക്ക് പറ്റിയിരുന്നുണ്ട്. ഈ പാഠപുസ്തകങ്ങളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ കുറിച്ചും നമ്മുടെ സംസ്കാരത്തെ കുറിച്ചും നമ്മുടെ ജാതി വിവേചനത്തെ കുറിച്ചും അത് പാടില്ല ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതിനെ കുറിച്ചും ഒക്കെ അവരോട് സംസാരിക്കുക, അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുക. അവരൊരിക്കലും എന്റെ പാർട്ടിയുമാണെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതൊരു അങ്ങനെയുള്ള ഒരു പാകിസ്ഥാൻ അനുഭവം ഉണ്ടായിരുന്നില്ല. പകരം അവരെല്ലാവരും ജനാധിപത്യ ബോധത്തോട് കുട്ടികളാണ്. കാരണം ഒരു കുട്ടി ഗ്രഹണത്തിന് അന്ന് എന്നോടൊരു തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് 10ാം ക്ലാസ്സിൽ എൻ്റെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും പാടില്ല. അമ്മ പറഞ്ഞു ഞങ്ങളൊന്നും സംരക്ഷിക്കാൻ ആരുമില്ല, ഞങ്ങൾ ഒരു വിശ്വത്തിലാണ്, ഞങ്ങളെ ഇപ്പോൾ നോക്കിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ മതത്തിലുള്ള ആളുകളുടെ ഒരുമിച്ച് ചേരുകയാണ്. നാനാരാജ്യ മതസ്ഥരായിട്ടുള്ള ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കണം. നീ ഇപ്പോൾ പറഞ്ഞ സംഘടനയിൽ ചേർന്നാൽ നിനക്ക് ജീവിതം ഉണ്ടാവില്ല, നിങ്ങളുടെ ഈ സമൂഹത്തിന് നിന്നൊരു ഗുണം ഉണ്ടാവില്ല. അതൊരു ഘടിത പ്രസ്ഥാനം, അതിലേക്ക് പോകുമല്ലോ കണ്ടത്. ഏതെങ്കിലും പൊതു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളൂ. ഞാൻ പറയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും. പക്ഷെ കുട്ടിയുടെ രാവിലെ വരുമ്പോഴേക്കും ഇങ്ങനെ വീണ്ടും അത് നന്നായിട്ട് ഉണ്ടാവും. അപ്പൊ ഈ സംഘർഷത്തിനിടയിൽ 10ാം ക്ലാസ് കഴിഞ്ഞു അവൻ പോയി. അവൻ എന്ത് ചെയ്യുന്നു പിന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, 4-5 വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു ലെറ്റർ വന്നു. നല്ല വഴിമൊത്ത കഴിഞ്ഞിട്ടാണ് അവർ ലെറ്റർ വന്നു. അവൻ പറഞ്ഞു, ടീച്ചർ ഒരുപാട് തന്നു, ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് കഴിയാണ്. അവർ ചെറുതാണ്, പക്ഷെ ചെറുതെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കി എന്റെ ഉമ്മയ്ക്കും എന്റെ അനുജന്മാർക്കും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് ടീച്ചർ പറഞ്ഞത് കൂട്ടാക്കാതെ ഞാൻ ആ ഭീകരണ പ്രസ്ഥാനമാണ് അതിൽ പോയിരുന്നുവെങ്കിൽ, ഭീകരവാദമായിട്ട് ബന്ധമുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത്തിരി വർഗീയമായിട്ട് ചിന്തിക്കുന്ന പ്രസ്ഥാനമാണ്. അതിൽ പോയിരുന്നുവെങ്കിൽ ഞാൻ എഴുതിയെടുത്ത് പോകുമായിരുന്നു. എന്നെ കൊണ്ട് ഈ നാടിനെ നമുക്ക് കുടുംബത്തിനോ ഒരു ഗുണം ഉണ്ടാവുമായിരുന്നില്ല. നന്ദി ടീച്ചർ തന്നത് എനിക്ക് അതെന്റെ ഹൃദയത്തിൽ തട്ടിയത്. ഒരുപാട് ആളുകളൊന്നും അങ്ങനെ പ്രതികരിക്കില്ല, പക്ഷെ ആ കുഞ്ഞിന്റെ പ്രതികരണം എനിക്ക് വലിയ സന്തോഷം. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് എവിടെയോ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അനുഭവം. അതാണ് ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തി എടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ ടീച്ചറാകുന്ന സമയത്തും ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു. എന്നാൽ കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് മടുപ്പിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോ അതല്ലാതെ മുഴുവൻ സമയവും പൊതുവിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് 2004 ഈ വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത് പൊതുരാഷ്ട്രീയത്തിൽ ഞാൻ സജീവമായിരുന്നു. ടീച്ചർ പറഞ്ഞോളൂ, ടീച്ചറുടെ മനസ്സിലുള്ള ഒരു രാഷ്ട്രീയം എന്താന്ന് വളരെ വ്യക്തമാണ്. ഒരു മനുഷ്യന് എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ടീച്ചറുടെ രാഷ്ട്രീയം. അപ്പം ഈ പാർലമെന്ററി ജനാധിപത്യ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അതുവരെ ടീച്ചറുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയം, അതും നിലവിൽ നമ്മുടെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അന്തരീക്ഷത്തിലുള്ള രാഷ്ട്രീയവും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ടീച്ചർ അത് രണ്ടും കൂടി ഒരു സമരസപ്പെട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? മനുഷ്യന്റെ മനസ്സിൽ നല്ല ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡിയോളജി അത് ഈ സമൂഹത്തിൽ എല്ലാവർക്കും പറയാൻ സാധിക്കും. നമ്മൾ പരസ്പരം വാശി പിടിച്ച് ഒരാളിന്റെ മനസ്സിൽ നമ്മുടെ ഐഡിയോളജി ബലമായിട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ ചെയ്യില്ല. മനുഷ്യർ സ്വന്തം അനുഭവത്തിന്റെ വിളിച്ചിട്ട് സ്വന്തം ദുരിതങ്ങൾ പരിഹരിക്കാനുള്ള ശരിയായ മാർഗമല്ല. ഞാൻ അതിന് പറ്റിയത് സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ സോഷ്യലിസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയായിട്ട് മാറിയതും. എന്നാൽ എല്ലാവരും ഇപ്പൊ തന്നെ കമ്മ്യൂണിസ്റ്റ് ആവണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. പക്ഷെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അതേ സമയത്ത് വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ ഡെമോക്രസിയോ അല്ലെങ്കിൽ ജനാധിപത്യമോ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു രീതി ഉണ്ടാവാം. ആ രീതി അവർക്കും പറയാൻ സാധിക്കും. നല്ലത് തിരഞ്ഞെടുക്കാൻ മനുഷ്യരെ അനുവദിക്കണം എന്നുള്ളതാണ്. പക്ഷെ മുസ്ലിംന്റെ ഒരു രാഷ്ട്രീയമായിട്ട് വരുന്നത് അത് നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാറുള്ളത്. ജനപ്രതിനിധി എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വർഗസമരത്തിന്റെ ഒരു ഭാഗമാണ്. എന്താണ് വർഗസമരം? കേൾക്കുമ്പോൾ ആളുകൾ മുഖത്ത് വിളിക്കുന്നത് ഒടുക്കത്തെ വർഗസമരം ഇവിടെ അത് അങ്ങനെ മുഖത്ത് വിളിക്കേണ്ട കാര്യമോ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടോ? ഈ ഭൂമിയിലെ മനുഷ്യർ കഷ്ടത അനുഭവിക്കുന്നത് ഭൂമിയിൽ ഒരു കൂട്ടം ആളുകൾ ഈ സമ്പത്ത് അവര് കൂടി സുഖമായി ജീവിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ടുന്ന സമ്പത്തും അധികാരവും കവർന്നെടുത്തുകൊണ്ടാണ്. വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ നോക്കൂ, അവരുടെ താല്പര്യമാണ് ഭൂമിയിലെ യുദ്ധം പോലും. വലിയ ആയുധ വ്യാപാരികൾ ആയുധം ഉണ്ടാക്കി വെച്ചിരുന്നു, മിസൈലും ബോംബും ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ അത് ചെലവഴിക്കണമെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും യുദ്ധം വേണം. അതുകൊണ്ട് ചില ലോകരാജ്യങ്ങളിൽ അവരിടപെട്ടുകൊണ്ട് അവിടുത്തെ മനുഷ്യർ തമ്മിൽ തല്ലിക്കുന്നു. ഇപ്പോൾ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ മുസ്ലിം വിഭാഗത്തിലെ പല വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കും. സുന്നി, ഷിയ, കുർദ് എന്നെല്ലാം പറഞ്ഞിട്ട് അവർ തമ്മിലടിക്കുമ്പോൾ സമാധാനിപ്പിക്കാൻ എന്നുള്ള നിലയിൽ ഈ വൻകിട രാഷ്ട്രങ്ങളൊക്കെ കടന്നു വരികയാണ്, അല്ലെങ്കിൽ വൻകിട വ്യാപാരികളൊക്കെ കടന്നു വരികയാണ്. അവർക്ക് ആയുധം ചെലവാകാൻ വേണ്ടി യുദ്ധങ്ങൾ അവർക്ക് വലിയ ധരമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോ വേറെ ഒന്നുമില്ല, കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് ലോകത്തിലെ മനുഷ്യര് 2 വിഭാഗമായി തിരിഞ്ഞിരിക്കുന്നു. ഒരു വിഭാഗം സമ്പത്തും അധികാരവും നോക്കിയെടുക്കുന്നവർ, ഒരു വിഭാഗം അതൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ പട്ടിണി കിടക്കുന്നു.
മഹാത്മജി പറഞ്ഞു അത് തന്നെ. ഈ ഭൂമിയിലെ സമ്പത്ത് എല്ലാവർക്കും സുഭിക്ഷമായി ജീവിക്കാൻ കഴിയും, പക്ഷെ ഓരോരുത്തരുടെയും അത്യാവശ്യം ശമിപ്പിക്കാൻ അത് കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് രണ്ട് വർഗമായി തിരിയുമ്പോൾ ഇല്ലാത്ത വർഗം, ചൂഷിതരായിട്ടുള്ള ആളുകൾ, അവർക്ക് വെറുതെ ചോദിച്ചാലും കൊടുക്കില്ല. അവരും വലിയ സമരങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് അവരുടെ അവകാശങ്ങൾ കൈയടക്കി അവരിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ. അത് ഫ്യൂഡലിസത്തിനെതിരായിട്ടായാലും മുതലാളിത്തത്തിനെതിരായിട്ടായാലും. അങ്ങനെ ഇല്ലാത്തവർ സമരം ചെയ്ത് ആഹാരവും വസ്ത്രവും പാർപ്പിടവും വിദ്യാഭ്യാസവും ഒക്കെ ആർജിക്കാൻ വേണ്ടി നടത്തുന്ന സമരത്തെയാണ് വർഗസമരം എന്ന് പറയുന്നത്. അത് വേണ്ടെന്ന് ആരെങ്കിലും പറയും. എല്ലാവരും അത്തരം സമരത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ വർഗസമര സിദ്ധാന്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ജനപ്രതിനിധി. ഒരു MLA ആയാൽ നമുക്ക് എന്താണ് ഈ ഭരണം കൊണ്ട് ഇപ്പൊ കിട്ടുന്ന വിഭവം കൊണ്ട് അതിൽ സോഷ്യലിസം ഒന്നും പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ തന്നെ നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുന്നു. പക്ഷെ ഇത് കിട്ടുന്നത് കൊണ്ട് എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കും? അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ആർദ്രം മിഷനും വിദ്യാഭ്യാസ ഭൂഷണമായിരുന്നു. എനിക്കൊരു മിഷന്റെ ഭാഗമാകാൻ പറ്റും ആരോഗ്യ വകുപ്പിൽ. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയിൽ എങ്ങനെ പൊതുജനങ്ങൾ വഴി കൂടുതൽ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ജനപ്രതിനിധിയും രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടല്ല, പരസ്പരം പൂരകമായിട്ടുള്ള ഒന്നേ. ഭരണകൂടങ്ങളെ വിമർശിക്കുന്നത് വലിയ ഒരു തെറ്റായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ വരുന്നത്. നമ്മുടെ കണ്ണൂരിൽ മാത്രമല്ല, എല്ലാ തലത്തിലും. അപ്പൊ അത്തരം വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളുടെ ഒരു സാധ്യത ഇല്ലാതാവുന്നത് ടീച്ചറുടെ മനസ്സിലുള്ള രാഷ്ട്രീയവുമായി ചേർന്ന് പോകുന്നതാണ്. വിമർശനങ്ങൾ ജനാധിപത്യത്തിൽ ആവശ്യമാണ് എന്ന് ടീച്ചർ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഡെമോക്രസി നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഡെമോക്രസി? ഡെമോക്രസി എന്ന് പറയുന്നത് പൗരന്മാരുടെ പരിപൂർണ അവസര സമത്വമാണ്. ജനിക്കാനുള്ള അവകാശം, ഭക്ഷണം കിട്ടാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, 18 വയസ്സ് പൂർത്തിയായാൽ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ജോലി സമ്പാദിക്കാൻ അതിന് കൂലി ലഭ്യമാവുക, ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഇടപെട്ട് നല്ല അന്തസ്സുറ്റ ജീവിതം നയിക്കാനുള്ള മനുഷ്യന്റെ അവകാശമാണ് ഡെമോക്രസി. അത് നമ്മുടെ നാട്ടിൽ പൂർണ്ണമല്ല. ഡെമോക്രസി പൂർണ്ണമല്ല. നമ്മളെല്ലാവരും ഏത് പാർട്ടിക്കാരായാലും സംസാരിക്കേണ്ടത് ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും ആഹാരം ഉണ്ടാക്കാനുള്ള മാർഗം ഭരണകൂടങ്ങൾ സ്വീകരിക്കണമെന്നാണ്. അത് സ്വീകരിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനം ഉണ്ടാകും. ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെല്ലാം പൂർണ്ണമല്ല, എന്നാലും കേരളത്തിലെ ആരോഗ്യ രംഗം കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. നോക്കൂ, ഞാൻ മന്ത്രിയായിട്ട് 2016 വരുമ്പോൾ ഇവിടുത്തെ ശിശു മരണ നിരക്ക് 1000 പ്രസവത്തിന് 12 അതിനേക്കാൾ കുറക്കണം. അത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. ചിലപ്പോൾ ലോകത്തിലെ ചില വൻകിട രാഷ്ട്രങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു റേറ്റാണ്. പക്ഷെ നമ്മൾ കുറക്കാൻ തീരുമാനിച്ചു. കുട്ടികൾ മരിക്കരുത്, കുട്ടികളെ രക്ഷപ്പെടുത്താവുന്നിടത്തോളം രക്ഷപ്പെടുത്താൻ സാധിക്കും. അതിന് ഹൃദ്യം പദ്ധതിയും അതുപോലെ ഡെലിവറി പോയിന്റ് ശക്തമാക്കാനുള്ള പ്രോജക്റ്റും ഒക്കെ പ്ലാൻ ചെയ്ത് അതിന് ആളുകളെ വിന്യസിച്ച് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ 2020 ശിശു മരണ നിരക്ക്, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് 1000 പ്രസവത്തിന് 5 കുറഞ്ഞു. നമുക്കത് ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങൾക്ക് സമമായിട്ടുള്ള ഒരു വളർച്ചയാണ്. നമുക്കെല്ലാം പണമുണ്ട്, നമുക്ക് അത്രയും പണമില്ല ഉപയോഗിക്കാൻ. എന്നാലും നമ്മളത് കൈവരിച്ചത് ഈ ബോധത്തിന്റെ ഭാഗമായിട്ടാണ്. എല്ലാ കുട്ടികൾക്കും ജീവിക്കണം, ജനിച്ചിട്ടിരിക്കുന്ന കുട്ടികൾക്ക്. എന്നാൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ശിശുമരണ നിരക്ക് ഇപ്പോഴും വലിയ നമ്പറായിട്ട് 60 അതിന്റെ മുകളിലൊക്കെ ആയിട്ട് നിൽക്കും. അത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രസി പൂർണ്ണമല്ല എന്നതിന്റെ തെളിവാണ്. ആ ഡെമോക്രസി ഉണ്ടാക്കാൻ ഇന്ത്യൻ ഭരണാധികാരികൾ ചെയ്യേണ്ടത് ഇതല്ല. നിങ്ങളുടെ നടപടി ശരിയല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ പൗരന്മാർക്ക് വേണം. ആ ഡെമോക്രസി പലപ്പോഴും ഇല്ല. ഗവൺമെന്റുകളെ വിമർശിച്ചാൽ ഉടനെ തന്നെ ജയിലാണ് ഉത്തരം. ഞാനിപ്പം ഇവിടെ നിങ്ങളുടെ വേദിയിൽ പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന പ്രസിദ്ധ തമിഴ് നോവലിസ്റ്റിനെ കണ്ടു. അദ്ദേഹത്തിന്റെ നോവലിൽ ഈ വലിയ ഭരണാധികാരി വർഗത്തിനോ അല്ലെങ്കിൽ ജാതി മത മേധാവിത്വത്തിനോ ഇഷ്ടമല്ലാത്തൊരു പ്രതികരണം വന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത്. അദ്ദേഹത്തിന് ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന അവസ്ഥ. സങ്കടം സഹിക്ക വയ്യായിട്ട് ഞാനിത് എഴുതുന്നില്ല എന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു. നമ്മളെല്ലാം മനസ്സിൽ വേദനിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ പിന്തുടരുന്നതല്ല ശരി, എഴുതണം. എഴുത്ത് ഒരായുധമാണ്, അക്ഷരം ഒരായുധമാണ്. അത് പ്രയോഗിക്കാൻ സാധിക്കണം. മനോരമ തന്നെ ഇവിടെ ഇത്രയും വിശാലമായ വേദിയിൽ മനോരമയുടെ പൂന്തോട്ടം, കോർപ്പസ് മലബാറിക്കസ്, കോർപ്പസ് മനോരമ, മലബാറിക്കസ് നേരത്തെ ഒരു ഡച്ച് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ ഇവിടെ. അവരുടെ ആധിപത്യം ഉണ്ടായിരുന്ന സമയത്ത് വന്നിട്ടുള്ള ലാറ്റിൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള
ഇവിടുത്തെ സസ്യജാലങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഓർക്കിഡ് വെച്ചാൽ പൂന്തോട്ടമാണ് ലാലൻ ഭാഷയിലാണ്. ഇവിടെ ഇത്രയും മനോഹരമായ ജനങ്ങൾക്ക് ഒരു ഭൂതോട്ടം ഒരുക്കിയിട്ടുണ്ട്. ഈ ചർച്ച ഏതാ നടത്താൻ തയ്യാറായ മനോരമ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഞാനൊരു അഭിപ്രായം പറയേണ്ടത്, മനോരമക്ക് പ്രത്യേക വ്യൂ കാഴ്ചപ്പാടുള്ള ഒരു പത്രമാണ് അല്ലെങ്കിൽ മാധ്യമമാണ്. ഞാൻ അതിനനുസരിച്ച് അല്ലാതെ എൻ്റെ ആശയം പറയരുത് എന്ന ഒരു നിർബന്ധം എനിക്കില്ല. അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല മനോരമ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്. ഈ പ്രശ്നമെല്ലാം പരിഹരിക്കാൻ, വിലക്കയറ്റവും തൊഴിലില്ലായ്മയൊക്കെ പരിഹരിക്കാൻ ഒരു ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് രീതി ഇന്ത്യൻ ഭരണാധികാരികൾ സ്വീകരിക്കണം. അത് സ്വീകരിച്ചില്ലെങ്കിൽ അതിന് ഞങ്ങൾ വിമർശിക്കും. ആ വിമർശനം ഇഷ്ടമല്ലാതിരിക്കുമ്പോൾ അങ്ങനെ പറയുന്നവരെ പിടിച്ച് എത്രയോ വർഷക്കാലം ജയിലിൽ വരുന്നത് ശരിയല്ല. അത് ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും നമുക്ക് പാർട്ടി ചട്ടക്കൂടിനകത്ത് എല്ലാ തലത്തിലും നിൽക്കുന്ന ഒരാളാണ് ടീച്ചർ. അപ്പൊ ചില ഘട്ടങ്ങളിലെങ്കിലും ടീച്ചർ ഈ പറയുന്ന പോലെ ചലനാത്മകമായ ഒരു മനസ്സിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത്തരം അഭിപ്രായ പ്രകടനത്തിന് ഈ പാർട്ടിയുടെ ചട്ടക്കൂടുകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ടീച്ചർക്ക് ഒരു തടസ്സമായിട്ട് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെങ്ങനെയാണ് ടീച്ചർ മറികടക്കുന്നത്? അതെന്താന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിയുണ്ട്. ഞങ്ങൾ സാധാരണ പറയുക കേന്ദ്രീകൃത ജനാധിപത്യവും ശക്തമായ ഉൾപാർട്ടി ജനാധിപത്യവും ചേർന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന ഉടനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതിയുമായി പരിചയപ്പെട്ടിട്ടാണ് ഞാൻ വളർന്നു വരുന്നത്. അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഉൾപാർട്ടി ജനാധിപത്യ സാധ്യതയുള്ള പാർട്ടിയാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്ന് വെച്ചാൽ നമുക്ക് ശരിയല്ലെന്ന് തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ച് വെട്ടിത്തുറന്ന്, അത് ബ്രാഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റി ആയാലും നമ്മുടെ അഭിപ്രായം പറയാം. ഞാനൊക്കെ എത്രയോ തവണ എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ, എനിക്ക് ശരിയല്ലെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ ഒരു തീരുമാനം അവസാനം എടുക്കുന്നത് ചിലപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത അഭിപ്രായമാണെങ്കിലും അത് പൊതുവായിട്ട് തീരെ തെറ്റായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവില്ല. എല്ലാത്തിലും കുറെ, എന്നാൽ ഞാൻ പറയുന്നതാണ് ഏറെ ശരിയെന്ന് എനിക്ക് തോന്നാം. അങ്ങനെ അല്ലാതെ തന്നെ ഒരു തീരുമാനം ഒരു കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ, കാരണം അത് ശരിയുണ്ട്, അത് പൂർണ്ണമായും തെറ്റല്ല. അങ്ങനെ ഒരു തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കില്ല. വലിയ ചർച്ചകൾക്കൊടുവിൽ പൊതുവായിട്ട് ഈ നാടിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടപെടാനുള്ള സാധ്യതക്കും ഗുണം ചെയ്യുന്നത് ഈ തീരുമാനമാണ് എന്ന് കണ്ടാൽ ആ തീരുമാനത്തിന്റെ കൂടെ നിന്ന് ഞങ്ങളെല്ലാം പ്രവർത്തിക്കും. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ സംസ്ഥാനങ്ങളിലായാലും ഭരണത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ, നമ്മൾ ഈ വർഗ സമരം പിന്നെ ഇവരുടെ ഭരണാധികാരി വർഗത്തിനെതിരായ സമരമൊക്കെ ആയിട്ട് പോയാൽ പോരെ. ഒരു ഘട്ടത്തിൽ നമ്മൾ തീരുമാനിച്ചു സംസ്ഥാനങ്ങളിൽ അവസരം കിട്ടുവാണെങ്കിൽ നമ്മൾ ഭരണത്തിൽ പങ്കാളിയാകും. കാരണം നമ്മുടെ പൂർണ്ണമായും സോഷ്യലിസം ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ കിട്ടുന്ന അധികാരവും പണവും ഒക്കെ സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കുറച്ചുകൂടി ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിൽ പങ്കാളി ആവേണ്ടതില്ല എന്ന ആ സമയത്ത് തീരുമാനിച്ചു. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനും കൂടി പങ്കാളിയായാൽ എന്താണ് എന്ന അഭിപ്രായമുള്ള ഒരു പാർട്ടിക്കകത്തുണ്ട്. അവർ നന്നായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം പൊതുവായിട്ട് എടുത്ത തീരുമാനം ഇപ്പോൾ വേണ്ട, കാരണം അതിന് വലിയ സ്വാധീനം ചെലുത്താൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അവിടെ പങ്കാളിയാകുന്നത് അർത്ഥമില്ല എന്ന രീതിയിൽ നമ്മളൊരു ചർച്ച നടന്നപ്പോൾ കുറച്ചുകൂടി നമ്മുടെ സ്വാധീനം അവിടെ പ്രയോഗിക്കാൻ കഴിയുന്ന അവസ്ഥ വന്നാൽ അങ്ങനെ ആവുന്നതിന് വിരോധവുമില്ല. ഇത്തരത്തിലുള്ള തീരുമാനം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തെടുക്കുമ്പോൾ എന്റെ അഭിപ്രായം അവിടെ എല്ലാവരും അംഗീകരിക്കപ്പെട്ടില്ല. എന്നൊരു ചെറിയ അസ്വസ്ഥത ഉണ്ടാവാം. പക്ഷെ അതിന് യാതൊരു അവിടെ ഒരു കാര്യവുമില്ല. കാരണം പൊതുവായി വളരെയധികം ആളുകൾ ചേർന്ന് പറഞ്ഞൊരു അഭിപ്രായം നമ്മൾ നടപ്പിലാക്കുന്നു. അതും തെറ്റല്ല, അതിനകത്ത് ഒരുപാട് ശരികളും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായത്തിലേക്ക് വരാൻ എന്ന രീതിയിൽ എടുക്കാൻ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും കഴിയുമ്പോ അങ്ങനെ ഒരു കൊണ്ടുവന്ന അവകാശമില്ല. ടീച്ചറെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ചോദിക്കുകയാണെങ്കിൽ കോവിഡ് നിപ്പ പോരാട്ടങ്ങളാണ് ടീച്ചറെ കുറെ കൂടി രാജ്യാന്തര തലത്തിലേക്ക് പ്രശസ്തരാക്കുന്നത്. അപ്പൊ നമുക്ക് രാജ്യാന്തര തലത്തിൽ കുറെ കൂടി കേരളം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വനിതാ രാഷ്ട്രീയ പ്രവർത്തകനെ അടയാളപ്പെടുത്താനുള്ള ഒരു സാധ്യതയായിരുന്നു മാഗ്സസെ അവാർഡ്. അപ്പോൾ ടീച്ചർ ഈ പറഞ്ഞ പോലെ മാഗ്സസെ അവാർഡിന്റെ ഒരു പരിഗണനയിൽ ടീച്ചർ വന്നു എന്നും അപ്പൊ അതിനകത്ത് വേണ്ട എന്നുള്ളൊരു തീരുമാനം ടീച്ചർ എടുക്കുകയും ചെയ്തു. അപ്പൊ അതേക്കുറിച്ച് പക്ഷെ പിന്നീട് ഒരിക്കലും ടീച്ചർ വിശദമായിട്ട് പറയുന്നത് നമ്മൾ എവിടെയും കേട്ടില്ല. ടീച്ചർ അതൊരു അടഞ്ഞ അധ്യായം പോലെയാണ് സംസാരിക്കുന്നത് പലപ്പോഴും. സത്യത്തിൽ അതിനകത്ത് എന്താണ് സംഭവിച്ചത്? അപ്പൊ അതിനകത്ത് പിന്നീട് എപ്പോഴെങ്കിലും മനുഷ്യ സഹജമായ ഒരു ടീച്ചർ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയ പ്രശ്നങ്ങൾ പിന്നീട് തോന്നിയിട്ടുണ്ടോ? അതില്ല. അങ്ങനെ അവാർഡിനെ തെരഞ്ഞെടുക്കുന്നത് സാധാരണ മനുഷ്യ സഹജമായ സന്തോഷം വരുള്ളൂ. അത് എന്റെ ഒറ്റയ്ക്കുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ല എന്നെ തെരഞ്ഞെടുക്കുന്നത്.
അന്ന് ആ 5 കൊല്ലം മന്ത്രിയായിരിക്കുന്ന അവസരം ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള വർഷമാണ്. ഞാൻ അന്നാണ് വെരി ക്രൈസിസ്, അതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്ന് മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ശരിയാണ് എന്ന് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്നെ ബോധ്യപ്പെടുത്തിയ 5 വർഷങ്ങളാണ്. കാരണം ഞാനൊരു സാധാരണ അധ്യാപികയായിരുന്നു. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് എന്റെ കയ്യിൽ കിട്ടുമ്പോൾ എന്റെ സ്വപ്നം എന്താണ്? നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകണം. സ്വപ്നങ്ങൾ ഉണ്ടായാലേ നമുക്ക് അവിടെ എത്താൻ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഒരു പാർട്ടി പ്രവർത്തക, ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ എന്റെ കാഴ്ചപ്പാട് മറ്റൊന്നും ആയിരുന്നില്ല. കേരളത്തിൽ ഇത്രയേറെ ജനസാന്ദ്രതയുള്ള നമ്മുടെ സംസ്ഥാനത്ത് രോഗങ്ങൾ കുറച്ചു കൊണ്ടുവരിക എന്നാണ്. അതുപോലെ രോഗം ഉണ്ടാകുമ്പോൾ തന്നെ കണ്ടെത്തി അതിനെ തടസ്സപ്പെടുത്തുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് വെറുതെ പറയാനുള്ള ഒരു വാചകമായിട്ടല്ല എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നിലവിലുള്ള കേരളത്തിന്റെ ഇന്ത്യയായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട ഒരു ഈ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം, ആരോഗ്യ സംവിധാനം, പുതിയ ആരോഗ്യ സംവിധാനം, അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിൻപുറത്തെ PHCകളെ മുഴുവൻ കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കുടുംബാരോഗ്യ കേന്ദ്രമായി മാറ്റണം എന്നൊരു സ്വപ്നം മനസ്സിൽ വന്നു. അത് ഞാൻ ഒറ്റക്ക് ചെയ്യേണ്ടതല്ല. ഒരുപാട് ആളുകളെ, വിദഗ്ധരെ എല്ലാം വിളിച്ചിരുത്തി. ഡോക്ടർ ഇക്ബാൽ ഇവിടെയുണ്ട്. അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ റിട്ടയർഡ് ആയ മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ എല്ലാം കൂടെ കൂട്ടി അങ്ങനെയുള്ള നിരവധി വിദഗ്ധരും എന്റെ സർവീസിലുള്ള ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ചേർന്ന് ഒരു പ്ലാൻ ഉണ്ട്. എന്തായിരിക്കണം ഒരു PHC? അതാണ് മുറ്റത്ത് മനോഹരമായ പൂന്തോട്ടം ഉണ്ടാവണം, നല്ല റിസപ്ഷൻ ഉണ്ടാവണം, എല്ലാ ആധുനിക സൗകര്യങ്ങളും PHCക്ക് വേണ്ടത്. അവിടെ വൈകുന്നേരം വരെ ഡോക്ടർ ഉണ്ടാവണം. ഇതൊരു നല്ല സ്വപ്നമാണ്. ആ സ്വപ്നം നടക്കൂ. ചിലർ പറഞ്ഞു നല്ല നടക്കാത്ത സ്വപ്നം, ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഞാൻ പറഞ്ഞു നടക്കും. ഗവൺമെന്റിന്റെ കുറച്ച് കാശ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും, കുറച്ച് തദ്ദേശ സ്വയംഭരണ സഹായിക്കും. നമ്മുടെ നാട്ടിൽ ധനികരായിട്ടുള്ള ആളുകളുണ്ട്. അവർ വേണമെങ്കിൽ ഒരു റൂം സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ പൈസ കൊണ്ട് ചെയ്തു തരും. ഈ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് തുടക്കം കുറിച്ചപ്പോൾ അഭൂതപൂർവമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല. പൂർത്തിയായി കഴിഞ്ഞിട്ടില്ല. 846 PHC ഉണ്ട്. എന്റെ കാലത്ത് 450ഓളം PHCകളാണ് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റാൻ പറ്റിയത്. ഇപ്പം 600-ലേറെയായി. ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല. പക്ഷെ ആരോഗ്യ മേഖലയുടെ ഓരോ വശവും ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. കോവിഡ് നിപ്പയെ മാത്രമല്ല, സമ്പൂർണ്ണ ട്രോമ കെയർ പദ്ധതി അന്ന് കൊണ്ടുവന്നു. 315 ആംബുലൻസിൽ നിന്ന് കേരളത്തിന്റെ റോഡിൽ കറങ്ങുന്നുണ്ട്. നല്ല ലോകോത്തരമായിട്ടുള്ള എയിംസിന് സമാനമായിട്ടുള്ള ട്രോമ കെയർ യൂണിറ്റ്, എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, എല്ലാ മെഡിക്കൽ കോളേജിലും തുടങ്ങുന്നു. അതുപോലെ തന്നെ സിമുലേഷൻ സെന്റർ. എനിക്ക് രത്തൻ ടാറ്റ അദ്ദേഹം മരിച്ചുപോയപ്പോൾ എനിക്ക് കുറച്ചധികം ഫീൽ ചെയ്തു. കാരണം അവിടെ ഒരു സിമുലേഷൻ സെന്റർ ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചത് രത്തൻ ടാറ്റയാണ്. അദ്ദേഹത്തിന്റെ ഒരു CSR ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് സിമുലേഷൻ സെന്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനതെല്ലാം നമുക്ക് മനസ്സുണ്ടെങ്കിൽ പലയിടത്തൊന്നും ഈ സോഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാക്കി ടോട്ടൽ AMR റിഡക്ഷൻ പ്ലാൻ. എന്നെ ഇപ്പോ ഗ്ലോബൽ സൗത്ത് കൺവെൻഷന് തെലങ്കാനയിൽ ക്ഷണിച്ചു മുൻ മന്ത്രി എന്നുള്ള നിലയിൽ. അവിടെ 19 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആന്റി മൈക്രോബൽ റെസിസ്റ്റൻസിനെ കുറിച്ചാണ് ഇന്ത്യയിൽ ആദ്യമായി ആന്റി മൈക്രോബൽ റെസിസ്റ്റൻസ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയത് കേരള 2018. ടൺ കണക്കിന് അൺയൂസ്ഡും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുമായ ആന്റിബയോട്ടിക്സ് ഇവിടുന്ന് കയറ്റുമതി ചെയ്ത് നശിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം ബാംഗ്ലൂരിൽ അവിടെ എത്തിച്ചത് ആ കാലത്ത് വലിയ കാര്യമായിരുന്നു. ക്യാൻസർ സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ഉണ്ട്. ഇങ്ങനെ ഈ ഹെൽത്ത് പദ്ധതി കേരളത്തിന് അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ്. ഇലക്ട്രോണിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തുടക്കം. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു സ്പർശം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അതിനെപ്പറ്റി ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഞാൻ പറയാറുണ്ട്, റിയൽ ഹീറോസ് ആർ ബിഹൈൻഡ് ദ കർട്ടൻ. എന്റെ DHS ആയിരുന്ന ഡോക്ടർ സരിത ചെയ്തപ്പോൾ എവിടെയെങ്കിലും ഞാൻ വരുമ്പോൾ സാധാരണ സരിത വരാറുണ്ട്. കോഴിക്കോടാണ് താമസിക്കുന്നത്. നിപ്പയുടെ സമയത്ത് ഇവിടെ താമസിച്ചതിന്റെ കൂടെ രാജീവ് സദാനന്ദൻ ഇപ്പൊ ഡൽഹിയിലാണ്. രാജൻ ഗോപുരയുടെ ഇപ്പോഴും ഹെൽത്ത് സെക്രട്ടറിയാണ്. രത്തൻ കേൽക്കർ, അങ്ങനെ കേശവേന്ദ്ര കുമാർ, ഇങ്ങനെ പേര് പറയാൻ തുടങ്ങിയാൽ എനിക്ക് ഒരുപാട് ആളുകൾ എന്റെ DPM-മാർ യുവാക്കൾ, ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പൊ ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് മാതൃമരണ നിരക്ക് കുറച്ചതും ഒക്കെ പരിഗണിച്ചിട്ടാവണം മാഗ്സാസി അവാർഡിന് എന്നെ തിരഞ്ഞ. ആരാണ് എന്നെ അതിന് സജസ്റ്റ് ചെയ്ത് ഇപ്പോഴും അജ്ഞാതാണ്. നേരത്തെ അവാർഡ് കിട്ടിയ ആരെങ്കിലും ഒരു പേര് സജസ്റ്റ് ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കിയത് എനിക്കറിയില്ല ആരാണ് എന്റെ പേര് പറഞ്ഞത് എന്നുള്ളത്. അവിടെ നിന്ന് ഫിലിപ്പൈൻസ് സെനറ്റിൽ നിന്ന് എനിക്കൊരു കത്ത് തോന്നി, താങ്കളെ സെനറ്റ് ഏകകണ്ഠമായി മാഗ്സാസി അവാർഡിന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ ഞാനേ
ആലോചിച്ചു എങ്ങനെയാണ് സ്വീകരിക്കുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയാണ്. അപ്പോ സ്വീകരിച്ചാൽ നാളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനത്തെ ഭയന്നിട്ടല്ല, വേണോ വേണ്ടിയോ. അപ്പൊ പൊതുവെ ഞങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോ തീരുമാനിച്ചു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഉൾക്കൊള്ളുന്ന അത്തരത്തിലുള്ള അധികം ഇപ്പോഴെ അവരല്ല ഇപ്പൊ അവാർഡ് തീരുമാനിക്കുന്നത്, എങ്കിലും അത് നിഷേധിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ആ നിഷേധം അഹങ്കാരപൂർവ്വമല്ല. ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി ഫിലിപ്പീൻസ് സെനറ്റിൽ കത്തെഴുതി, താങ്കൾ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, പക്ഷെ എന്നോട് ക്ഷമിക്കണം, ഫോർ സം പൊളിറ്റിക്കൽ റീസൺസ് ഐ കാൻ റിസീവ് ദി അവാർഡ്. അപ്പൊ അവർ ഇങ്ങോട്ടൊരു കത്തും. ഞാൻ പറഞ്ഞു ഞാനിത് ഒറ്റക്കല്ല, ഒരു ടീം വർക്കാണ്. അപ്പൊ ഞാനൊരു വ്യക്തി എന്ന നിലയിൽ ആ അവാർഡ് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് കൂടി ഒരു വാചകം എഴുതി. അപ്പൊ അവരെനിക്ക് തിരിച്ച് അത്ര തന്നെ സന്തോഷത്തോടെ മാന്യമായിട്ടൊരു കത്ത്. ഞങ്ങൾക്കെല്ലാം ഭയങ്കര നിരാശയായി. ഞങ്ങൾ ഏകകണ്ഠമായിട്ടാണ് തെരഞ്ഞെടുത്തത്. ഇത് ഒരു വ്യക്തിക്കല്ല, നിങ്ങൾ ചെയ്തിട്ടുള്ള സേവനത്തിന് ടീം ലീഡർക്കാണ്. ടീം ചെയ്താലും ടീം ലീഡർക്കാണല്ലോ അവാർഡ്. അതുകൊണ്ട് പക്ഷേ താങ്കളുടെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു, അതിന് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചൊരു ലെറ്റർ വായിച്ചു. അങ്ങനെ വളരെ മാന്യമായിട്ടാണ് അവാർഡ് വാങ്ങുന്നില്ല. അല്ലാതെ ആ അവാർഡ് വളരെ മോശം, എനിക്ക് മുമ്പേ കിട്ടിയവരെല്ലാം വളരെ പ്രസിദ്ധരായിട്ട് ഒരുപാട് വ്യക്തി എന്നെക്കാളും എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് അവാർഡിനെ പരിഹസിച്ചുകൊണ്ടല്ല, ഫോർ സം പൊളിറ്റിക്കൽ റീസൺസ് ഐ കാൻ റിസീവ് ദാറ്റ് അവാർഡ്. യെസ്, ഐ ആം എ സെൻട്രൽ കമ്മിറ്റി മെമ്പർ CPI. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ കേരളം ഒരുപാട് നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയായ ഒരു സംസ്ഥാനമാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ചത്. നമ്മൾ ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച ആൾക്കാരാണ്. അപ്പൊ പൊളിറ്റിക്കലി അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമൂഹം ഒരു വനിതാ മുഖ്യമന്ത്രിയെ ശരിക്കും അർഹിക്കുന്നില്ലേ? നമ്മൾ ഇത്രയും കാലത്തിന് ശേഷം നമ്മുടെ കേരളം രൂപീകരിക്കപ്പെട്ട് ഇത്ര കാലത്തിന് ശേഷം നമുക്കൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായില്ല എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു ഇതല്ലേ? അപ്പൊ നമുക്ക് എപ്പോഴാണ് ഇനി അതിനൊരു സമയം സജ്ജമായിട്ടില്ലേ? എന്താണ് ടീച്ചർ അതേ കുറിച്ച് പറയുന്നത്? ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എത്രയോ തവണ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് സ്ത്രീകൾ സമൂഹത്തിൽ മുന്നോട്ട് വരണം, അതിന് യാതൊരു സംശയമില്ല. അധികാരത്തിന്റെ വേദികളിലേക്കും വരണം. ഞാനിപ്പോ കാണുന്നത് ഒരു വനിതാ മുഖ്യമന്ത്രി, അതൊരു സ്ഥാനം മാത്രമാണ്. അത് ചിലപ്പോ വരാം. ഇപ്പോ നമ്മളെക്കാളും രാഷ്ട്രീയമായിട്ട് ഇത്രയും ഉന്നതിയിലെത്തിയിട്ടില്ല എന്ന് നമ്മളൊക്കെ കരുതുന്ന ചില സംസ്ഥാനങ്ങളിൽ വനിതാ മുഖ്യമന്ത്രിമാർ അവരൊന്നും മോശമായിരുന്നില്ല, നല്ല മുഖ്യമന്ത്രിയായിരുന്നു. എന്നാൽ വനിതാ മുഖ്യമന്ത്രി ആയാൽ മാത്രമേ സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളതല്ല. ഞാൻ അതിനേക്കാൾ കാര്യമായിട്ട് കാണുന്നത് ജനപ്രതിനിധികളായിട്ട് കുറേയേറെ സ്ത്രീകൾ കൂടി വരേണ്ടതുണ്ട് എന്നാണ്. അസംബ്ലിയിൽ 140 അംഗ അസംബ്ലിയിൽ കൂടുതൽ സ്ത്രീകൾ വരണം. അതുപോലെ തന്നെ പാർലമെന്റിൽ കൂടുതൽ സ്ത്രീകൾ വരണം. പഞ്ചായത്ത് പ്രസിഡന്റ് സംവരണം ഉള്ളതുകൊണ്ട് ഇപ്പൊ വേണ്ടത്ര വന്നിട്ടുണ്ട്, അവരാരും മോശമെല്ലാം തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരേ ഒരു സ്ഥാനമാണ്. അപ്പൊ അവിടെ തത്തുല്യമായിട്ടുള്ളതും തുല്യത അല്ലാതെ കൂടുതൽ കഴിവുള്ളതുമായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകും. അവരിൽ ആരെങ്കിലും ഒരാളാവുക എന്നുള്ളതേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ആയാൽ മാത്രമേ കേരളത്തിലെ സ്ത്രീകൾക്കാകെ പുരോഗതി ഉണ്ടാവൂ എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴതിനുള്ള ഒരു സാഹചര്യമില്ല കേരളത്തിൽ. അങ്ങനെ ഒരു സാഹചര്യം നാളെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നല്ല തയ്യാറെടുപ്പോടുകൂടി പ്രവർത്തിച്ചു വരുന്ന സ്ത്രീകളിൽ നിന്ന് ആരെങ്കിലും ചിലപ്പോൾ മുഖ്യമന്ത്രി ആകും എന്നുള്ള കാര്യത്തിൽ അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സമയമേ അല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അവസാനമായിട്ടൊരു ചോദ്യം കൂടി ഉണ്ട്. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു രാഷ്ട്രീയ ഒരു ചർച്ചയാണ്. അതായത് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ഒരാളാണെങ്കിൽ തെളിയിക്കട്ടെ, അല്ല ഒറ്റ തന്തേനെ 2 തന്തമാരുണ്ടോ, അതെല്ലാം അവിടെ ആണാണെങ്കിൽ അവൻ അങ്ങനെ. നമ്മുടെ കേരളീയ സമൂഹം ഇപ്പോഴും ഒരു ആണധികാരത്തിന്റെ ഭാഷ മാത്രം നമ്മുടെ രാഷ്ട്രീയത്തിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അക്കാര്യത്തിൽ ടീച്ചറുടെ ഒരു ഇതിനകത്തുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇതില് നമ്മുടെ സമൂഹം എത്രയോ നൂറ്റാണ്ടുകളായി സ്ത്രീകളെ അടിച്ചുമർത്തി വെച്ച സമൂഹമാണ്. പഴയ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നമുക്കറിയാമല്ലോ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് അവകാശമില്ല, പുറത്തിറങ്ങാൻ അവകാശമില്ല, പുരുഷന്മാരോടൊപ്പം ഇരിക്കാൻ അവകാശമില്ല. അവര് എപ്പോഴും അത് പല വിഭാഗങ്ങളിലും ഇപ്പോഴും വളരെ വളരെ മോശമായിട്ട് തുടരുന്നു. സ്ത്രീകൾ എത്രത്തോളം വരാൻ പാടില്ല, ഒരുമിച്ചിരിക്കാൻ പാടില്ല, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കോളേജിൽ ഇരിക്കാൻ പാടില്ല, സ്കൂളിൽ ഇരിക്കാൻ പാടില്ല എന്നെല്ലാം ഇത് എല്ലാ മതവിഭാഗങ്ങളിലും രൂഢമൂലമായിട്ടുള്ള ഒരാശയമാണ്. ചിലയിടത്ത് കൂടുതലുണ്ടാവും, ചിലയിടത്ത് കുറയാം. അപ്പൊ അങ്ങനെയുള്ള മനോഭാവം അറിയാതെ നമ്മുടെ ആളുകളുടെ മനസ്സിൽ നിന്ന് വരികയാണ്. ഞാനൊരു ദിവസം അസംബ്ലി ചെയ്യുന്നത് കേട്ടാൽ നിസ്സാരമാണ് എന്ന് തോന്നുന്ന ഒരു വിഷയത്തിന് ബഹളം വെച്ചിട്ടുണ്ട്. പെണ്ണിന് എന്താ കുഴപ്പം ചോദിച്ചുകൊണ്ട്. കാരണം ഏതോ ഒരാൾ നന്നായി പറയാൻ ഒരാണ് ചെയ്യുന്നത് പോലെ നന്നായിട്ട് ചെയ്യുന്നതാണ്, അതെനിക്ക് പിടിച്ചില്ല. ആണ് മാത്രമല്ല, പെണ്ണിന് എന്താ കുഴപ്പം, പെണ്ണ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്.
മന്ത്രിയാവാൻ പറ്റുന്നുണ്ട്, MLA ആവാൻ പറ്റുന്നുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നുണ്ട്, നാട്ടിൽ തൊഴിലുറപ്പ് തൊഴിലാളി ഇത്ര നന്നായിട്ട് ജോലി ചെയ്യുന്നു. അതുപോലെ തുന്നൽ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചു. അവിടെയും ഈ ഇത്തരം ചെറിയ ചെറിയ അധികം ബുദ്ധിമുട്ടില്ലാത്ത ജോലികൾ സ്ത്രീകളെ പണ്ടുകൊണ്ടേ ഏൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ആ ടീച്ചർമാര് വനിതാ അധ്യാപിക എന്ന് വെച്ചാൽ അതിന് മാത്രം കഴിയുന്നത്. ഞാനന്ന് ചോദിച്ചു, തുന്നൽ ടീച്ചർ എന്താ ടീച്ചർ അല്ലേ? അത് എന്തുമാത്രം നല്ല പാഠങ്ങളാണ് സ്റ്റിച്ചിങ്ങിലൂടെ പഠിപ്പിക്കുന്നത്. അവരെന്താ ടീച്ചർ? ഞാൻ തുന്നൽ ടീച്ചറാണോ അല്ലയോ എന്നൊന്നും സമർത്ഥിക്കാൻ ഞാൻ പോയിട്ടില്ല. എന്നെ സംബന്ധിച്ച് തുന്നൽ ടീച്ചറും അല്ലാത്ത ടീച്ചറും എല്ലാം ഈ സമൂഹത്തെ പലതും പഠിപ്പിക്കുന്ന നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. ഈ ഒരു ബോധം ഇങ്ങനെയുള്ള സംഭാഷണങ്ങളിലൂടെ അവള് മുതലാളിത്തത്തിന്റെ ഒരു വർത്തമാനമുണ്ട്. ഒരു ചരക്ക് പോകുന്നു എന്ന് വെച്ചാൽ സ്ത്രീകൾ മറ്റു ഉപഭോഗ വസ്തുക്കളെ പോലെ ഉപയോഗിക്കുകയും യൂസ് ആൻഡ് ത്രോ വലിച്ചെറിയുകയും ചെയ്യാനുള്ള എന്തുമാണ്. സെക്സ് എന്ന് പറയുന്നത് ആണും പെണ്ണും തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പരസ്പര സമ്മതത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിന് പകരം ബലമായി കീഴ്പ്പെടുത്തിക്കൊണ്ട് മറ്റാരുടെയോ സുഖത്തിനു വേണ്ടി സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് ബലാത്സംഗവും ബലമായിട്ടുള്ള പ്രാപ്യവുമായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള ചില കാഴ്ചപ്പാട് സ്ത്രീകൾക്കെതിരായിട്ട് സമൂഹത്തിൽ നിൽക്കുന്നു. അത് തുടച്ചു ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ചില വാക്കുകൾ ഇങ്ങനെ അറിയാതെ ചില ആളുകളുടെ നാക്കിൽ നിന്ന് വരുന്നത്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള വാക്കും. ഒറ്റ തന്തയ്ക്ക് അല്ലെ സംശയിക്കുകയാണ് ഈ സ്ത്രീയുടെ സ്വഭാവത്തെ കുറിച്ച്, അങ്ങനെയെല്ലാം സംശയം. അപ്പോ ആ ഒരു പ്രയോഗം പറഞ്ഞ് നാട്ടിൻപുറത്ത് അതിനത്ര ഗൗരവം ഉണ്ടോ എന്ന് ചിലർക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് എന്ന് പോലും. പക്ഷെ നമ്മൾ രാഷ്ട്രീയ രംഗത്തുള്ളവരും കുറച്ചുകൂടി സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ് മാതൃക കാട്ടേണ്ടത്. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ഗൗരവമായിട്ട് വരുന്ന വെച്ച് പറഞ്ഞായിരിക്കില്ല. ഒരു സ്വതന്ത്രമായ ശൈലിയിൽ പലരും പറഞ്ഞു പോവുകയാണ്. അങ്ങനെ പറയാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. അത്തരം വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾ അവഗണിക്കും. അങ്ങനെ വന്നു പോയെങ്കിൽ അയ്യോ എനിക്കൊരു നാക്ക് പിഴ ഉണ്ടായി, അത് ക്ഷമിക്കണം എന്ന് പറയാനുള്ള ഒരു സ്വഭാവമെങ്കിലും നമ്മൾ കാണിച്ചാൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മളോട് വളരെ ശ്രദ്ധിക്കണം രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ രാഷ്ട്രീയത്തിനപ്പുറം എന്നുള്ള ഒരു വിഷയത്തില് നമ്മള് പരമാവധി ചർച്ചയിൽ ടീച്ചർ അങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ടീച്ചർ ആദ്യം മുതൽ അവസാനം വരെ പറയാൻ ശ്രമിക്കുന്നത് ഒറ്റ കാര്യമാണ്, രാഷ്ട്രീയത്തിനപ്പുറം എന്നൊരു വാക്കില്ല, രാഷ്ട്രീയം ഉൾച്ചേർന്നതാണ് KK ശൈലജ. അപ്പൊ ടീച്ചറുടെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ടീച്ചറില്ല. അതായത് അത് നമ്മള് പലരും ടീച്ചറെ ഒതുക്കാൻ ശ്രമിക്കുന്ന കക്ഷി രാഷ്ട്രീയമല്ല, അടിമുടി പൊളിറ്റിക്കലായ ഒരു രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയക്കാരിയാണ് എന്ന് പറയുന്നതിൽ ടീച്ചർക്ക് ഒരു ഘട്ടത്തിൽ പോലും അതിനകത്തൊരു ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നില്ല. അത്രയും തെളിച്ചമുണ്ട് ടീച്ചർക്ക് അതിനകത്ത്. ഇനി ടീച്ചറ് വളരെ നല്ല പ്രസന്റ് ആയിട്ടുള്ള മോഡിലാണ് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടികളുണ്ട്. അപ്പൊ ടീച്ചറോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ടീച്ചറോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്കെങ്കിലും താല്പര്യമില്ല? ഹലോ, ആരോഗ്യരംഗത്ത് കേരളം ഒരുപാട് പുരോഗതി നേടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ പദ്ധതികളും തുടങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. അതിന്റെ ഒരു ഫോളോ അപ്പ് പല കാര്യത്തിലും ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. ഏറ്റവും അടുത്ത ഉദാഹരണം കാസർഗോഡ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു ചെറിയ വെടിക്കെട്ട് അപകടം. തീവ്രമായി പൊള്ളലേറ്റു വന്ന പലരെയും നമുക്ക് കോഴിക്കോട് എത്തിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്? കഴിഞ്ഞിട്ടില്ല. ചോദ്യം 2, കാസർഗോഡ് തന്നെ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ CSRന്റെ ഭാഗമായിട്ട് ടാറ്റ ഗ്രൂപ്പ് ചെയ്ത വളരെ മനോഹരമായ കുറെ സെറ്റിൽമെന്റുകളുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയോ എന്ന് അറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നും അറിയില്ല. അതുപോലെ മറ്റൊരു കാര്യം, അട്ടപ്പാടി അവിടെ ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഓരോ വർഷം കൂടുതലായി വരികയാണ്. പോഷകാഹാരക്കുറവ്, അങ്ങനെ പല കാരണങ്ങളും പറയുന്നുണ്ട്. എന്തുകൊണ്ടൊരു ഇടപെടൽ നമ്മുടെ ഭരണകൂടം നടത്തുന്നില്ല? ഏറ്റവും അടുത്ത ഒരു 2 കാര്യം കൂടെ. 108 ആംബുലൻസുകാര് പണിമുടക്കലാണ് പല ജില്ലകളിലും. 108 പറഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ അപ്പോൾ വരുന്ന ആൾക്കാരാണ്. അവരുടെ ശമ്പളം കിട്ടുന്നില്ല എന്നാണ് അവരുടെ പരാതി. എല്ലാ ജില്ലകളിലും പണിമുടക്കുകയാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ തന്നെയാണല്ലോ അത്. ഒന്നും കൂടെ ഞാൻ ഒരു ചോദ്യം കൂടെ പറഞ്ഞു പറയാം. എന്റെ പേര് ബിനു. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. തിരുവില്ലാമലയിൽ നിന്നാണ് വരുന്നത്.
മെഡിസപ്പ് നമ്മുടെ സർക്കാർ തുടങ്ങിയ വളരെ ഗംഭീരമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിപാടിയാണ് സർക്കാർ ജീവനക്കാര് പെൻഷൻകാർക്കായി. ആ പദ്ധതിയിൽ നിന്ന് ആ കമ്പനി പിന്മാറുന്നു എന്നാണ് പറയുന്നത്. നഷ്ടക്കച്ചവടമാണ് അത്ര. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത്, നമ്മുടെ സർക്കാർ എല്ലാ പരിപാടികളും വളരെ മനോഹരമായി വിഭാവനം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊരു ഫോളോ അപ്പ് അത് എന്തുകൊണ്ട് നടക്കുന്നില്ല? കുറെ ചോദ്യങ്ങളാണ് ആരോഗ്യ മേഖലയെ കുറിച്ച് ഒരുമിച്ച് മാഷി ചോദിച്ചത്. ഇതിൽ ആദ്യത്തതും അവസാനത്തതും എന്തുകൊണ്ട് ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങിയാൽ അതിന്റെ പരിസമാപ്തി വരെ പിന്തുടരാൻ കഴിയുമ്പോഴാണ് അതിന്റെ ഗുണഫലം നമ്മുടെ സമൂഹത്തിന് അനുഭവിക്കാൻ സാധിക്കുക. അതിന് തീരെ ഫോളോ അപ്പ് ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ചില ഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സംസ്ഥാന ഗവൺമെന്റിന് വലിയ സ്വപ്നങ്ങൾ കാണുമ്പോഴും നമ്മുടെ ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ നികുതി വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമ്പോഴേ അതുപയോഗിച്ച് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. നമ്മുടെ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ഇപ്പൊ ഇവിടുത്തെ നികുതി പണം കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. പിന്നെ പുറം വരുമാനം ധാരാളമുള്ള ചില സ്റ്റേറ്റുകളുണ്ട്. പക്ഷെ കേരളം കഷ്ടകാലത്തിന് റവന്യൂ വരുമാനം അധികമില്ലാത്ത, എത്ര ശേഖരിച്ചാലും അധികമില്ലാത്ത ഒരു സ്റ്റേറ്റ് കൂടിയാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ നിർലോഭമായ പിന്തുണ, അവിടെ ആര് ഭരിക്കുന്നു എന്ന് പ്രശ്നമല്ല, നമ്മൾ അങ്ങോട്ട് എടുക്കുന്ന ടാക്സിന്റെ ഷെയർ എത്ര കിട്ടണം, അത് ഞങ്ങൾ പറയുന്നത് അവിടുന്ന് ഒരു 70% ഇങ്ങോട്ട്, കാരണം നമ്മളാണ് ഇതെല്ലാം ചെയ്യേണ്ടത്, കിട്ടണം എന്നാണ്. പക്ഷെ അത് കിട്ടുന്നില്ല. 50%-ലാണ് ഇപ്പോൾ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്കിലും തരണം. 30% പറയുകയും അതുപോലും കൃത്യമായി കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ റവന്യൂ ചെലവിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരികയാണ്. പിന്നെ നമ്മളായിട്ട് സ്വപ്നങ്ങൾ കണ്ട് കിഫ്ബി പോലുള്ള ഈ ബഡ്ജറ്റേതര വായ്പകൾ എടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി വെളിയിൽ നിന്ന് എടുത്തു. അത് പക്ഷെ റവന്യൂ ചെലവിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ റവന്യൂ ചെലവിന് ആവശ്യമായ പണത്തിന്റെ അഭാവം പലപ്പോഴും പലതും തുടരാൻ നമ്മെ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ കുറെ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു കോവിഡാനന്തര കാലഘട്ടത്തിലാണ്. അതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തണം. കോവിഡിന് ശേഷം ലോകം മുഴുവൻ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയിട്ടുണ്ട്. വ്യാവസായിക മുരടിപ്പ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് MLA എന്ന നിലയിൽ രാവിലെ വീട്ടിലെ പരാതിയുമായി വരുന്ന ഒരുപാട് ആളുകളിൽ പലരും അവരുടെ ചെറിയ കച്ചവടങ്ങളൊക്കെ കോവിഡായപ്പോൾ പൂട്ടിപ്പോയി. ഗൾഫിലുണ്ടായിരുന്ന ജോലി കോവിഡിന് ശേഷം നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ പറയുന്ന വലിയ വിഭാഗമുണ്ട്. അതിന്റെ ഒരു പ്രതിസന്ധി നാട്ടിൽ വളർന്നു വരുന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണണം. ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ ശക്തമായ സപ്പോർട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഉണ്ടാകണം. അതിന് വേണ്ടി ശ്രമിക്കണം. കാസർഗോഡ് താങ്കൾ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. നമ്മൾ നന്നായി ശ്രമിച്ചു കാസർഗോഡിനെ മുന്നോട്ട് കൊണ്ടുവരാൻ. അവിടെ ഒരു മെഡിക്കൽ കോളേജ് എന്തോ കഷ്ടകാലത്തിന്, ഞാൻ വരുന്നതിന് മുമ്പേ അതിന്റെ തുടക്കം കുറിച്ചതാണ്, മന്ത്രിയാവുന്നതിന് മുമ്പേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ മെഡിക്കൽ കോളേജിനെ അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് കാസർഗോഡിന്റെ മധ്യഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുവരണമെന്ന്. അപ്രായോഗികമാണ്. അവിടെ പകുതി പണിയെടുത്ത് വെച്ചത് നഷ്ടപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ആ മേഖലയിലുള്ള ആളുകൾ സമ്മതിക്കില്ല. അതുകൊണ്ട് ആ മണ്ണിനും വാശിക്കും ഒന്നും പോവാതെ അവിടെ തന്നെ അങ്ങോട്ട് തുടങ്ങാൻ തീരുമാനിച്ചു. അതിന് കുറച്ച് കാശ് കൊടുത്തു, പുതിയ കെട്ടിടങ്ങൾ എടുക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഈ നിപ്പയും കോവിഡൊക്കെ വന്ന് അലങ്കോലായത്. എന്നാലും അവിടെ കുറെ മാറ്റം ഉണ്ടായി. അവിടത്തേക്ക് പ്രത്യേക പോസ്റ്റ് തസ്തികയും ക്രിയേറ്റ് ചെയ്തു. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അനുവാദം കിട്ടുമ്പോഴേ മെഡിക്കൽ കോളേജായി പ്രവർത്തിക്കാൻ കുട്ടികളെയൊക്കെ പ്രവേശിപ്പിക്കാൻ പറ്റും. ഇനിയും ധാരാളം കെട്ടിടങ്ങളും ഒക്കെ വേണം. എന്നാൽ കാസർഗോഡിന്റെ അകത്തേക്ക് വരുമ്പോൾ വലിയ ആശുപത്രികൾ കുറവാണ്. ജില്ലാ ആശുപത്രിയൊക്കെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വിമൻ ആൻഡ് ചൈൽഡ് ആശുപത്രി നല്ല കെട്ടിടമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് PHCകൾ അവിടെ, കുടുംബാരോഗ്യ കേന്ദ്രം, ഇതെല്ലാം നമ്മൾ ചെയ്തു. പക്ഷെ കാസർഗോഡിന്റെ നീഡിനനുസരിച്ച് ഇപ്പോഴും വന്നു കഴിഞ്ഞിട്ടില്ല. ആ സ്പെഷ്യാലിറ്റി ആശുപത്രിയൊക്കെ പൂർത്തിയായാൽ നമുക്ക് ഈ തീപ്പൊള്ളൊന്നും ദൂരെ കൊണ്ടുപോകേണ്ട കാര്യം വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കോവിഡാനന്തര കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ അങ്ങനെ പറഞ്ഞു നമുക്ക് മാറി നിൽക്കാനാവില്ല. എല്ലാവരും കൂടി പരിശ്രമിച്ച് കാസർഗോഡിന് എല്ലാ സ്പെഷ്യാലിറ്റി സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. ഗവൺമെന്റ് അതിന് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടാറ്റയുടെ ആശുപത്രിയെ കുറിച്ച് അമ്മ പറഞ്ഞു. കോവിഡ് കാലത്താണ് ഒരുപാട് പേഷ്യൻസ് ഉണ്ടാകുമ്പോൾ എവിടെ അഡ്മിറ്റ് ചെയ്യും. അപ്പൊ ടാറ്റ ട്രസ്റ്റ് നമ്മളെ സഹായിക്കാൻ ശ്രമിച്ചു. അവർ സ്പെഷ്യാലിറ്റി എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയിട്ടുണ്ടാകും. പൈസയൊക്കെ ധാരാളം ചെലവഴിച്ചു. പക്ഷെ കുറെ കണ്ടെയ്നറുകളാണ് അത് വെച്ചത്. അതിനെ ഒരു ആശുപത്രിയായി പ്രവർത്തിപ്പിക്കാൻ വലിയ പാടാണ്. ഓരോന്നും ഓരോ കണ്ടെയ്നറാണ്. ഒരിടത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു സ്റ്റാഫിന് എത്തണമെങ്കിൽ
എത്രയോ ദൂരം ഇങ്ങനെ സഞ്ചരിച്ചു പോകണം. അതുകൊണ്ട് നമ്മുടെ ഒരു നല്ല ആശുപത്രി സിസ്റ്റമായി, സ്പെഷ്യാലിറ്റി സംവിധാനമായി അത് പ്രവർത്തിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പ്രായോഗികമായിട്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനൊരു സ്പെഷ്യാലിറ്റി ആശുപത്രിയായി പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തൊരു സ്ഥിതി വന്നിട്ടുണ്ട്. എന്നാൽ അതൊരു അസറ്റാണ്. നമുക്ക് കേരളം ഈ ടെറൈനും അതുപോലെ നമ്മുടെ ജനസാന്ദ്രതയെല്ലാം വെച്ച് നോക്കുമ്പോൾ പകർച്ചവ്യാധികളൊക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അങ്ങനെയെല്ലാം വരുമ്പോൾ ഐസൊലേഷൻ വാർഡുകൾക്കൊക്കെ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഗവൺമെന്റ് അതിനെ മാക്സിമം മെച്ചപ്പെടുത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അട്ടപ്പാടി താങ്കൾ പറഞ്ഞു, എത്ര മാറ്റം വന്നു അട്ടപ്പാടിക്ക്. അത് കാണണ്ടേ, കോട്ടത്തറയിലെ ആശുപത്രി. ഞാനുള്ള സമയത്ത് തന്നെ അവിടെ സ്പെഷ്യാലിറ്റി വാർഡൊക്കെ ഉണ്ടായി. അവിടുത്തെ ഡെലിവറി യൂണിറ്റ് ഏറ്റവും മനോഹരമായി ആധുനികമാക്കിയിട്ട് മാറ്റി. അവിടെ കുറെ പുതിയ പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. എന്തായാലും 2016 മുമ്പുള്ള അട്ടപ്പാടി ആശുപത്രി ഒന്നും അല്ല അതിപ്പോ. വലിയ മാറ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശിശുമരണ നിരക്ക് അത് നന്നായി കുറക്കാൻ സാധിച്ചു. ഇപ്പൊ കേരളത്തിലെ ശിശുമരണ നിരക്ക് പറഞ്ഞല്ലോ, 12ൽ നിന്ന് 5 നമ്മൾ കുറക്കുമ്പോൾ അട്ടപ്പാടിയിലും കുറഞ്ഞത് കൊണ്ടാണ്. എന്നാൽ അത് നമ്മൾ നിരന്തരമായി ശ്രദ്ധിച്ചു പോകണം. ചില ഘട്ടത്തിൽ പെട്ടെന്ന് അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്ക് കൂടുന്നു. പലപ്പോഴും മിൽക്ക് ആസ്പിറേഷൻ ഒക്കെയാ പറയുന്നത്. അതിന്റെ പിന്നിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മുടെ സമയം തീർന്നു പോകും. അട്ടപ്പാടിയെ നിതാന്ത ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. അവിടുത്തെ ആദിവാസി ജനസമൂഹത്തിന് കൃത്യമായിട്ടുള്ള അറിവ് പകരാനും അവർക്ക് ഭക്ഷണം കൃത്യമായിട്ട് കിട്ടുന്നു എന്ന് നോക്കാനും പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ശുശ്രൂഷിക്കാനുള്ള കേന്ദ്രങ്ങളുണ്ട് അവിടെ. അവർ സ്വമേധയാ വരില്ല, പക്ഷെ അവർ സ്നേഹപൂർവ്വം അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പ്രസവിച്ചൊരു 3-4 മാസം വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പറഞ്ഞയച്ചാൽ അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്ക് നമുക്ക് അത് കുറഞ്ഞ നിരക്കിൽ നിർത്താൻ സാധിക്കും. അതിനുവേണ്ടി ഗവൺമെന്റ് പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളം ചെയ്തത് ഒരുപാടാണ്. എന്നാൽ നമ്മള് വലിയ ജനസാന്ദ്രത എന്ന് വെച്ചാൽ എത്രയാ, എനിക്ക് ശരിക്കും നെഞ്ചിടിപ്പായിരുന്നു പകർച്ചവ്യാധി വരുമ്പോൾ. കാരണം ഇവിടെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 860 പേരാണ് താമസിക്കുന്നത്. ഇന്ത്യയുടെ ശരാശരി 430. അപ്പൊ കോവിഡ് നിപ്പയൊക്കെ വരുമ്പോൾ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് കേരളമാണ്, ഇത്രയും ജനസാന്ദ്രതയുള്ളതുകൊണ്ട്. പിന്നെ ഈ പ്രായം ചെന്നവരുടെ ജനസംഖ്യ, ഓൾഡ് ഏജ് പോപ്പുലേഷൻ, അത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അതും നമുക്കൊരു വൾണറബിലിറ്റിയാണ് ഗുണപരമായ കാര്യങ്ങളാണെങ്കിലും. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കം കേരളം നടത്തണം. അതുകൊണ്ട് നമ്മൾ നേടിയത് ഒരുപാടാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ടതിലേക്ക് എത്തിക്കണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് രാഷ്ട്രീയത്തിനപ്പുറം എന്ന് പറയുന്ന ഒരു ചർച്ചയാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള പിന്തുണ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കിട്ടണം. എനിക്ക് അറിയാം, നമ്മൾ അഭ്യർത്ഥിച്ചാൽ ഇപ്പോ PHC FHC ആക്കുമ്പോൾ കോൺഗ്രസ്സുകാർ പ്രസിഡന്റ് ആയിട്ടുള്ള ചില പഞ്ചായത്തുകളിൽ ചിലർ പറഞ്ഞു അവിടെയൊന്നും നടത്തൂലായിരുന്നതാണ്. പക്ഷെ ആ പ്രസിഡന്റുമാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോ അവർക്ക് തോന്നി അവരുടെ പഞ്ചായത്തിൽ ചെയ്യേണ്ടതാണ്. എല്ലാവരും അല്ല, ചിലർ നിസ്സഹകരിച്ചിട്ടുണ്ട്. പക്ഷെ അതങ്ങ് ഏറ്റെടുത്ത ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. അവരെ നമ്മൾ അഭിനന്ദിച്ചു പൊതുവേദിയിൽ. നോക്കൂ, ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്സാഹം ഇതിങ്ങനെയായി മാറാൻ സഹായിച്ചു. അവിടെ ഏതാ കക്ഷി രാഷ്ട്രീയ വേദിക്കുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പ്രശ്നങ്ങൾ എടുക്കണം. നമുക്ക് ഇനിയും മുന്നോട്ട് പോയേ മതിയാവുള്ളൂ. അത് ചെയ്യാൻ സാധിക്കുമെന്ന നല്ല പ്രതീക്ഷയുള്ള ആളാണ് ഞാൻ.